Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. The definite article in Hebrew is the prefix ha. It corresponds to the English word the. In Hebrew, prefixes are known as formative letters or. אותיות השימוש. They are single or a set of letters that, when added to the beginning of a word, can change its meaning or grammatical function. Here as a definite article the letter he added to the beginning of a word. The pointing of the article differs with different words, depending on the initial consonant or syllable of the word to which it is added. ഹീബ്രുവിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഹ എന്ന പ്രിഫിക്സ് ആണ്. ഇത് ദി എന്ന ഇംഗ്ലീഷ് പദവുമായി പൊരുത്തപ്പെടുന്നു. ഹീബ്രുവിൽ പ്രിഫിക്സ് രൂപീകരണ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒത്തിയോത്ത് ഷിമോഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വാക്കിന്റെ തുടക്കത്തിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥമോ വ്യാകരണ പ്രവർത്തനമോ മാറ്റാൻ കഴിയുന്ന ഒറ്റ അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൂട്ടമാണ് അവ. ഇവിടെ ഒരു വാക്കിന്റെ തുടക്കത്തിൽ ഹേ എന്ന അക്ഷരം ചേർത്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എഴുതേണ്ടത്. ആർട്ടിക്കിളിന്റെ പോയിന്റിംഗ് അത് ചേർത്തിരിക്കുന്ന പദത്തിന്റെ പ്രാരംഭ വ്യഞ്ജനാക്ഷരമനുസരിച്ച് സ്വരാക്ഷര ചിഹ്നം വ്യത്യസ്ത പദങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Usually the definite article ha is pointed with vowel sign patha, and the first consonant of the word to which it is added is doubled. In Hebrew, it does not write a double consonant twice. Instead, എ ഡോട്ട് called dagesh forte is placed in the consonant to show that it is doubled. സാധാരണയായി ഹ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സ്വരചിഹ്നം പദഹ ഉപയോഗിച്ച് ആണ് എഴുതുന്നത്. കൂടാതെ അത് ചേർത്തിരിക്കുന്ന പദത്തിന്റെ ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ഇരട്ടിയാകുന്നു. ഹീബ്രുവിൽ വ്യഞ്ജനാക്ഷരങ്ങൾ രണ്ടുതവണ എഴുതുന്നതിന് പകരം വ്യഞ്ജനാക്ഷരത്തിൽ ഡാഗേഷ് ഫോർട്ടെ എന്ന ഒരു ഡോട്ട് കൊടുത്തു അത് ഇരട്ടിയാക്കിയതായി കാണിക്കുന്നു. Now, let's look. യോം ഹയോം day or a day. First one is yom without an article. It will be read as day or a day. When the definite article is added to it, it becomes hayom or the day in English. യോം ഹയോം day അല്ലെങ്കിൽ എ ഡേ. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ യോം ആണ്. അത് ഡേ അല്ലെങ്കിൽ എ ഡേ എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹയോം അഥവാ അത് ഇംഗ്ലീഷിലെ ദി ഡേ എന്ന പോലെ ആകും. Now, ഷം ഹഷം Name or a name or the name. First one is shem without an article. It will be read as name or a name. When the definite article is added to it, it becomes Hashem or the name in English. ഷം ഹഷം നെയിം എ നെയിം അല്ലെങ്കിൽ ദി നെയിം. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ ഷേമാണ്. അത് നെയിം അല്ലെങ്കിൽ എ നെയിം എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹഷേം അഥവാ അത് ഇംഗ്ലീഷിലെ ദി നെയിം എന്ന പോലെ ആകും. Let's look at another word. ലൈല ഹലൈല Night or a night or the night. First one is Layla without an article. It will be read as night or a night. When the definite article is added to it, it becomes Halayla or the night in English. ലൈല ഹലൈല നൈറ്റ് എ നൈറ്റ് അല്ലെങ്കിൽ ദി നൈറ്റ്. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ ലൈല ആണ്. അത് നൈറ്റ് അല്ലെങ്കിൽ എ നൈറ്റ് എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹലൈല അഥവാ അത് ഇംഗ്ലീഷിലെ ദി നൈറ്റ് എന്ന പോലെ ആകും. Now we have learned the common use of the definite article by doubling the first letter of words. The rest will be learned later. If you want to learn personal pronoun, please click the I button. Please like, share, and subscribe to our YouTube channel and press the bell icon to get notifications for all our videos, and please don't forget to comment below. എല്ലാ വീഡിയോകൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ദയവായി ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. In description there you can see chapter-wise clickable timestamps. Start with 00 column 00. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 00 കോളം 00യിൽ ആരംഭിക്കുന്ന ചാപ്റ്റർ തിരിച്ച് ക്ലിക്ക് ചെയ്യാവുന്ന ടൈം സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് കാണാം. Thank you for watching our videos. Have a great time with you.